Hello dears, welcome back to ISK Easy English. Dear students, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ PPTTC അതുപോലെ തന്നെ മോണ്ടിസോറിയുടെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ഭാഗം, അതായത് ജനറൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ സെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മളതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഫസ്റ്റ് ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ഭാഗം ചെയ്തിട്ടുണ്ട്, അതായത് വേർഡ് ഓർഡറും ചെയ്തിട്ടുണ്ട്, സെന്റൻസ് ടൈപ്സ് ഓഫ് സെന്റൻസസ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഭാഗമാണ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എഴുതിയതും ഉദ്ദേശിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റൈറ്റിങ്ങും സ്പീച്ചും ഇത് രണ്ടും ഉൾക്കൊള്ളുന്നുണ്ട്. സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിങ്ങും ഉൾക്കൊള്ളുന്നുണ്ട്, സ്പീച്ചും. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച്, അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഴുതിയ വാചകമാവാം, അല്ലെങ്കിൽ അതൊരു സ്പോക്കൺ സെന്റൻസ് ആവാം. ഒന്നുകിൽ എഴുതിയതാവാം, റിട്ടൺ ആവാം, അല്ലെങ്കിൽ അത് സ്പോക്കൺ ആവാം. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സെന്റൻസിന്റെ കോൺസ്റ്റിറ്റ്വന്റ് പാർട്സ് എന്തെല്ലാം ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഏതെല്ലാം ഗ്രൂപ്പിൽ പെട്ട വേർഡ്സ് ചേർന്നിട്ടാണ് സെന്റൻസ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേർഡ് ഓർഡർ ഞാൻ പറഞ്ഞിരുന്നു, അതായത് വാക്കുകളെ ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ്, അതായത് സാധാരണ രീതിയിലാണെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അങ്ങനെ നമ്മൾ അന്ന് പല പാറ്റേണുകൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ആ വരുന്ന വേർഡ്സ് എന്ന് പറയുന്നത് അവ പല ഗ്രൂപ്പുകളിൽ പെട്ട വേർഡ്സ് ആണ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് 8 ഗ്രൂപ്പിൽ പെട്ട വേർഡ്സ് ഇവിടെ വരുന്നുണ്ട്. അതായത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ 8 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഈ 8 ഗ്രൂപ്പ് വരുന്നത് അക്കോർഡിംഗ് ടു ദയർ യൂസ്, അവയുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു സെന്റൻസിന്റെ കോൺസ്റ്റിറ്റ്വന്റ് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അതും അവയുടെ ഉപയോഗത്തിന്റെ അക്കോർഡിംഗ് ടു ദയർ യൂസിന്റെ അടിസ്ഥാനത്തിൽ 8 തരത്തിൽപ്പെട്ട 8 ഗ്രൂപ്പിൽപ്പെട്ട വേർഡ്സ് ചേർന്നിട്ടാണ് ഒരു സെന്റൻസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പുകളെയാണ്, ഈ 8 ഗ്രൂപ്പുകളെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ 8 ഗ്രൂപ്പിൽ വരുന്ന ഒന്നാമത്തേത് എന്ന് പറയുന്നത് നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളം എല്ലാവർക്കും അറിയാം, നാമം എന്നാണ്. നാമം എന്ന് പറയുമ്പോൾ അത് ആളുടെ പേരാവാം, നെയിം ഓഫ് എ പേഴ്സൺ ആവാം, തിങ് ആവാം, അനിമൽ ആവാം, ലാംഗ്വേജ് ആവാം, ഇങ്ങനെ പലതും ആവാം. ഓർ ഐഡിയ, അല്ലെങ്കിൽ ഒരു ആശയമാവാം. അപ്പൊ ആളുടെ പേരാവാം, വസ്തുവിന്റെ പേരാവാം, സ്ഥലത്തിന്റെ പേരാവാം, അതുപോലെ തന്നെ അത് ഒരു ആശയത്തിന്റെ പേരാവാം, എന്തുമാവാം. ഇതിനെയാണ് ഒന്നാമത്തെ. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ചിൽ ആദ്യത്തേത് നൗൺ ആണ്. അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വ്യക്തമായല്ലോ അല്ലേ? ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ഗാന്ധി ഈസ്. ആരാ ഗാന്ധി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഗാന്ധി ഈസ് ദ ഫാദർ ഓഫ് അവർ നാഷൻ. ആരാ ഗാന്ധി? ഈസ് ദ ഫാദർ ഓഫ് അവർ നാഷൻ. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധി. ഇവിടെ ഗാന്ധി എന്നുള്ളത് എക്സാമ്പിൾ ആണ്, നൗണിന് എക്സാമ്പിൾ ആണ്. പക്ഷെ ഗാന്ധി എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ പേരാണ്. എല്ലാവരുടെയും പേര് ഗാന്ധിയാണോ? അല്ല. എനിക്കൊരു പേരുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എനിക്കൊരു പേരുണ്ട്. അതുപോലെ തന്നെ ഗാന്ധി എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ, വ്യക്തിയുടെ പേരായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറയുന്നത് പ്രോപ്പർ നൗൺ എന്നാ പറയാം. എന്താ നമ്മൾ വിളിക്കാം? പ്രോപ്പർ നൗൺ. അതായത് ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ പേരാണ്. ഇപ്പോ എൻ്റെ പേര് എൻ്റെ മാത്രം പേരാണ്, ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ പേരാണ്. അപ്പൊ നമ്മളുടെ എല്ലാ പേരുകൾക്ക് നമ്മൾ പറയുന്നത് പ്രോപ്പർ നൗൺ എന്നാണ്. എക്സാമ്പിൾ പറഞ്ഞല്ലോ ഗാന്ധി. ഇനി അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. യേശുദാസ് ഈസ് എ ഗുഡ് സിംഗർ, എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. യേശുദാസ് ഒരു നല്ല സിംഗർ ആണ്. നോക്കുന്ന അടുത്തൊരു എക്സാമ്പിൾ, ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. അപ്പൊ ഇവിടെ നാമമായിട്ട് വന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ഇവിടെ നാമമായിട്ട് വന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്, ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ.
ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. പൂക്കൾ ഭംഗിയുള്ളതാണ്. ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത് പൂക്കൾ എന്നുള്ളതാണ്. ഈ പൂക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തരം പൂക്കളും അതിൽ പെട്ടിട്ടുണ്ട്. അതിൽ റോസ് പെട്ടിട്ടുണ്ട്, ജാസ്മിൻ പെട്ടിട്ടുണ്ട്, ജമന്തി പെട്ടിട്ടുണ്ട്, ഹിബിസ്കസ് പെട്ടിട്ടുണ്ട്, എല്ലാം പെട്ടിട്ടുണ്ട്. ഫ്ലവേഴ്സ്, അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് എന്നുള്ളത് ഒരു കോമൺ നൗൺ ആണ്. കോമൺ ഫോർ ഓൾ ഫ്ലവേഴ്സ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഒരിക്കലും എന്തല്ല കോമൺ അല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, പ്രോപ്പർ നൗൺ ആണ്, ഒരു പെർട്ടിക്കുലർ ഫ്ലവറിന്റെ പേരാണ്. അതാണ് വ്യത്യാസം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, പൂക്കളെല്ലാം മനോഹരമാണ്. നോക്കൂ അടുത്തൊരു എക്സാമ്പിൾ, ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധത എന്നുള്ളത് ഏറ്റവും നല്ല ഒരു നയമാണ്, നല്ല രീതിയാണ് ഹോണസ്റ്റി. അപ്പൊ ഈ ഒരു സെന്റൻസിൽ ഹോണസ്റ്റി എന്നുള്ളതാണ് നൗണ്. ഈ ഹോണസ്റ്റി എന്നുള്ളത് ഏത് കാറ്റഗറി പെട്ടാന്ന് അറിയോ? ഹോണസ്റ്റി എന്നുള്ളത് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് അല്ലാത്ത ഐഡിയ ആണ്, കോൺക്രീറ്റ് അല്ലാത്തത്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ കഴിയുന്നത്, സ്പർശിക്കാൻ കഴിയുന്നത്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? കോൺക്രീറ്റ് എന്ന് പറയാം. നോക്കൂ, ഹോണസ്റ്റി സത്യസന്ധത. തൊടാൻ പറ്റുമോ സത്യസന്ധത? ഇല്ല. അതുപോലെ തന്നെയാണ് ഇത് ആങ്കർ ദേഷ്യം, അതുപോലെ തന്നെ ഹങ്കർ വിശപ്പ്, തൊടാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ലവ് സ്നേഹം. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾ ഫോർ പറഞ്ഞോളൂ, എക്സാമ്പിൾ ഫോർ അബ്സ്ട്രാക്റ്റ് നൗൺ. അപ്പൊ നിങ്ങൾക്ക് അബ്സ്ട്രാക്റ്റ് നൗൺ എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. അടുത്തൊരു എക്സാമ്പിൾ, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഓൺ ദ റോഡ് ബ്ലോക്ക്ഡ് ദ ട്രാഫിക്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഇവിടെ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നുള്ളതാണ്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ബ്ലോക്ക്ഡ് ദ ട്രാഫിക്. ആടിന്റെ ഷീപ്പിന്റെ കൂട്ടം ഗതാഗതത്തെ തടസ്സപ്പെടുത്തി. എ ഗ്രൂപ്പ് ഓഫ് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. അപ്പൊ ഇത് ഫ്ലോക്കിന്റെ ഷീപ്പിന്റെ കൂട്ടത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഫ്ലോക്ക്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറയാൻ, നമ്മൾ വിചാരിച്ച പോലെയല്ല. അതായത് പല വസ്തുക്കളുടെ പേര് പറയാൻ വേണ്ടി, കൂട്ടത്തെ പറയാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള വാക്കുകളുണ്ട് എല്ലാം. ഉദാഹരണത്തിന് ബഞ്ച് ഓഫ് കീസ്, ചാവികളുടെ കൂട്ടം, ബഞ്ച്. ഇങ്ങനെ ഓരോ സംഭവങ്ങളാകുമ്പോൾ എല്ലാറ്റിനും നമുക്ക് ഒരേപോലെ പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഷീപ്പിന്റെ കൂട്ടമാണ്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഷീപ്പിന്റെ കൂട്ടം. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ബഞ്ച് ഓഫ് BUNCH, ബഞ്ച് ഓഫ് കീസ്, ചാവിക്കൂട്ടം. അപ്പൊ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല എല്ലാറ്റിനും. അപ്പൊ ചില പ്രത്യേക വസ്തുക്കള്, നൗണുകള്, അവയുടെ ഗ്രൂപ്പിനെ, കളക്ഷനെ കാണിക്കാൻ ചില പദങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ അത്തരത്തിലുള്ള കളക്ഷൻ വരുമ്പോ നമ്മൾ അതിനെ കളക്റ്റീവ് നൗൺ എന്നാ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കളക്റ്റീവ് നൗൺ. അപ്പൊ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഗ്രൂപ്പിനെ കാണിക്കുന്നത്. നോക്കൂ അടുത്തൊരു എക്സാമ്പിൾ, സംഭവം മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. അമൂല്യമായ ഒരു ലോഹമാണ് സ്വർണം. ഗോൾഡ് മാറ്റി പറയാം, സിൽവർ വേണമെങ്കിൽ പറയാം. ഈസ് എ പ്രഷ്യസ് മെറ്റൽ. അപ്പൊ ഇവിടെ ഗോൾഡ് എന്നുള്ളത് ഒരു നാമമാണ്, അതായത് മെറ്റീരിയൽ നൗണാണ്. മെറ്റീരിയൽ നൗൺ. അപ്പൊ മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു വസ്തു ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്, അതിന്റെ റോ മെറ്റീരിയൽ എന്ത് ഉപയോഗിച്ചാണോ ഒരു വസ്തു ഉണ്ടാക്കിയത്, ആ വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയാ? മെറ്റീരിയൽ നൗൺ എന്ന് പറയാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മിൽക്ക് ഉപയോഗിച്ച് നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെയാണ് വാട്ടർ. ഇതൊക്കെ എന്താണ്? ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? വെള്ളം എന്നുള്ളത് നമുക്ക് ജീവന് അത്യാവശ്യമാണ് അല്ലെ? വെള്ളം ഇപ്പോ വാട്ടർ,
വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. എസെൻഷ്യൽ, അത്യാവശ്യം, അനിവാര്യമാണ്. അപ്പൊ വാട്ടർ എന്താണ്? മെറ്റീരിയൽ നൗണാണ്. വാട്ടർ എന്താണ്? മെറ്റീരിയൽ നൗൺ. ഇത്തരത്തിലുള്ള വസ്തുക്കൾ, വാട്ടർ മെറ്റീരിയൽ നൗണാണ്, മിൽക്ക് മെറ്റീരിയൽ നൗണാണ്, അതുപോലെ തന്നെ ഓയിൽ. അപ്പോൾ വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നവ, അവയ്ക്കാണ് നമ്മൾ എന്ത് പറയാ? മെറ്റീരിയൽ നൗൺ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് നൗണാണ്. നമുക്ക് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പ്രോനൗൺ ആണ്. രണ്ടാമത്തെ എന്താണ്? പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോനൗൺ? വാട്ട് ഈസ് എ പ്രോനൗൺ? അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ. അതായത് ആവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടി നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. ഉദാഹരണത്തിന് ഞാൻ രാജുവിനെ കുറിച്ച് പറയാണ്. രാജു ഈസ് എ ഗുഡ് സ്റ്റുഡന്റ്. അടുത്ത സെന്റൻസിൽ രാജു ഈസ് പിന്നെ പറയാം, റിപ്പീറ്റേഷൻ. അപ്പൊ നമുക്ക് അതിന് പകരം, രാജുവിന് പകരം എന്ത് പറയാം? ഹി എന്നുള്ളത് പറയാൻ പറ്റും. കാര്യം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രോനൗൺ. ഇനി ശ്രദ്ധിക്കുക, പ്രോനൗണ് 3 വിധമുണ്ട്. എത്ര വിധമുണ്ട്? 3 വിധം. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ ഉണ്ട്, തേർഡ് പേഴ്സൺ പ്രോനൗൺ ഉണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ പേര് പറയാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ എന്ന് പറഞ്ഞാല് ഐ എന്നുള്ളതും വി എന്നുള്ളതും. എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാൻ പറ്റും. ഐ ആം എ ടീച്ചർ. ഐ ഡ്രിങ്ക് വാട്ടർ. അതുപോലെ തന്നെ വി, അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണ് 2 ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ ഐ എന്നുള്ളതും വി എന്നുള്ളതും. അപ്പോ ഇനി വി എന്നുള്ളതിന് എക്സാമ്പിൾ, വി ആർ ഫ്രണ്ട്സ്. നമ്മൾ സുഹൃത്തുക്കളാണ്. വി സ്റ്റഡി ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. അപ്പൊ 2 പേരുകൾ ആവർത്തിക്കുന്നതിന് പകരം നമുക്ക് വി എന്നുള്ളത് ഉപയോഗിക്കാം. ഒരു പേരിന് പകരം ഐ എന്നുള്ളത് ഉപയോഗിക്കാം. ഇനി സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ ഏതാ? സെക്കൻഡ് പേഴ്സൺ ആണ് യു എന്നുള്ളത്. യു, സെക്കൻഡ് പേഴ്സൺ. യു ലിസൺ ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് കേൾക്കുന്നു. യു സ്റ്റഡി ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിക്കുന്നു. യു റൈറ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എഴുതുന്നു. യു സിംഗ് എ സോങ്. നീ ഒരു പാട്ട് പാടുന്നു. ഇതൊക്കെ സെക്കൻഡ് പേഴ്സൺ ആണ്. ഓക്കെ, ഇനി തേർഡ് പേഴ്സണിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. തേർഡ് പേഴ്സൺ സിംഗുലറും വരുന്നുണ്ട്, പ്ലൂറലും വരുന്നുണ്ട്. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. പുരുഷന്മാർക്ക് ഹി എന്നുള്ളത്, സ്ത്രീകൾക്ക് ഷി എന്നുള്ളത്, അതുപോലെ തന്നെ ഇറ്റ് എന്നുള്ളത്. ജീവനില്ലാത്തവയാണെങ്കിൽ നമുക്ക് സിംഗുലർ ഇറ്റ് ഉപയോഗിക്കാം. ഏതൊക്കെയാ സിംഗുലർ? ഹി എന്നുള്ളത്, ഷീ എന്നുള്ളത്, ഇറ്റ് എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ബഹുവചനം ഏതാ വരുന്നത്? ദേ എന്നുള്ളത്. ബഹുവചനം ഏതാ വരുന്നത്? ദേ എന്നുള്ളത്. 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഷീ വെച്ചിട്ട് പറയാം. ഷീ ഡാൻസസ് ഓൺ ദ സ്റ്റേജ്. ഷീ ലൈക്സ് ഐസ്ക്രീം. ഷീ ലിസൺസ് ദ ക്ലാസ്. ഇനി ഞാൻ മാറ്റാണ്, ഹി എന്നുള്ളത് വെച്ച് പറയാം. ഹി പ്ലേസ് ഫുട്ബോൾ. അവന് ഫുട്ബോൾ കളിക്കുന്നു. ഹി സിംഗ്സ് എ സോങ്. അവനൊരു പാട്ട് പാടുന്നു. ഇനി ഇറ്റ് പറയാം. ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. ഇറ്റ് ഹാസ് 4 ലെഗ്സ്. അതിന് 4 കാലുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അതിനെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഡോഗ് ആയിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡോഗ് ഈസ് മൈ പെറ്റ്. എൻ്റെ പെറ്റ് ഡോഗ് ആണ്. പിന്നെ ഡോഗ് ഹാസ് എന്ന് പറയണ്ട, അതിന് പകരം ഞാൻ പറയാണ് ഇറ്റ് ഹാസ് 4 ലെഗ്സ്. അതിന് 4 കാലുണ്ട്. ഇനി ദേ എന്നുള്ളത് പ്ലൂറലാണ്. ദേ ലൈക്ക് ഐസ്ക്രീം. അവർ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. ദേ സിംഗ് എ സോങ്. അവര് പാട്ട് പാടുന്നു. ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു, അവര് പാട്ട് പാടുന്നു. അപ്പൊ നമ്മൾ പ്രോനൗൺ ആണ് പറഞ്ഞത്. എന്താണ് പ്രോനൗൺ? നാമത്തിനു പകരം, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നാമത്തിനു പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. അടുത്തത് അഡ്ജക്റ്റീവ് ആണ്. അതായത് 3ാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഇത് അഡ്ജക്റ്റീവ്.
എന്താണ് അഡ്ജക്റ്റീവ്? നാമവിശേഷം. അപ്പൊ അഡ്ജക്റ്റീവ് എവിടെയാണ് വരിക? നാമത്തിന്റെ കൂടെയാണ് വരിക. അപ്പൊ അഡ്ജക്റ്റീവ് ക്വാളിഫൈസ് എ നൗൺ, ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നു. അതിലുപരിയായിട്ട് ഇറ്റ് ആഡ്സ് ടു ദ മീനിങ് ഓഫ് ദ നൗൺ, ആ നൗണിന്റെ മീനിങ് ആഡ് ചെയ്യുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പൊ നൗണിനെ ക്വാളിഫൈ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിശേഷണം അതിൻ്റെ കൂടെ ചേർത്ത് തരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോയ്, ഐ സോ എ ബോയ്. ഐ സോ ഞാൻ കണ്ടു. ആരെ കണ്ടു? എ ബോയ്, ഒരു കുട്ടിയെ കണ്ടു. അതിൽ നിന്നും നിങ്ങൾക്ക് ആ കുട്ടിയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ പറയാണ് ഐ സോ എ ഗുഡ് ബോയ്. വെറും ബോയ് അല്ല, ആരെ കണ്ടത്? എ ഗുഡ് ബോയ്, ഞാനൊരു ഗുഡ് ബോയെ കണ്ടു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ആ ബോയ് എന്ന നാമത്തെ ക്വാളിഫൈ ചെയ്തു ബൈ യൂസിങ് ദ വേർഡ്, ബൈ യൂസിങ് ദ അഡ്ജക്റ്റീവ് ഗുഡ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കണ്ടത് ബോയ് അല്ല, വെറും ബോയ് അല്ല, അത് ഗുഡ് ബോയ് ആണ്. ഈ തരത്തിൽ ഒരു നാമത്തെ ക്വാളിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങിനോട് കൂടെ ആഡ് ചെയ്യാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് എന്ത്? അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് അഡ്ജക്റ്റീവ്സ് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. കുറച്ച് എക്സാമ്പിൾസ് ശരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും. ഇപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത് ഗുഡ്, അതുപോലെ ടോള്, അതുപോലെ ബ്യൂട്ടിഫുൾ, ലോങ്, ഓൾഡ്, റെഡ്. റോസിന് വിശേഷമായി കൊടുക്കാം, റെഡ് റോസ് അല്ലെ. ഓൾഡ് മാൻ, ബ്യൂട്ടിഫുൾ ഫ്ലവർ, അതുപോലെ തന്നെ ലിറ്റിൽ, വാട്ടർ. വിശേഷണമല്ലല്ലോ, ലിറ്റിൽ വാട്ടർ, എ ലിറ്റിൽ വാട്ടർ, കുറച്ച് വെള്ളം അല്ലേ. അപ്പൊ ഇതെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ്സിന് എക്സാമ്പിൾസ് ആണ്. ഒന്നുകൂടി പറയണോ? അപ്പൊ ഏതൊക്കെയാ വരുന്നത്? ഗുഡ്, ടോള്, ബ്യൂട്ടിഫുൾ, ലോങ്, ഓൾഡ്. ഓൾഡ് മാൻ ഉണ്ടോ? ഓൾഡ് മാൻ, ഏത് മാനാ? ഓൾഡ് മാൻ, പ്രായമുള്ള മനുഷ്യൻ. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. റെഡ്, അതുപോലെ തന്നെ ലിറ്റിൽ, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ സം എന്നുള്ളത്, സം മണി, മണി പണം, സം മണി കുറച്ച് പണം, പണത്തിന് വിശേഷമായില്ലേ, സം മണി. അതുപോലെ തന്നെ ദിസ് ഗേൾ, ഏതോ പെൺകുട്ടിയല്ല, ദിസ് ഗേൾ, their ഹൗസ്, അവരുടെ വീട്. ഈ പറയുന്നതെല്ലാം അവ സം എന്നുള്ളത്, ദിസ് എന്നുള്ളത്, ദയർ എന്നുള്ളത്, ലിറ്റിൽ എന്നുള്ളത്, റെഡ് എന്നുള്ളത്, ഓൾഡ് എന്നുള്ളത്, ലോങ് എന്നുള്ളത്, ബ്യൂട്ടിഫുൾ എന്നുള്ളത്, ടോൾ എന്നുള്ളത്, ഗുഡ് എന്നുള്ളത്. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ അഡ്ജക്റ്റീവ്സ്. ഇനി നോക്കൂ, ഞാൻ ചില സെന്റൻസിൽ പ്രയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, അതായത് വീഡിയോ വളരെ ലോങ് ആയി പോവാണ്. 18 മിനിറ്റ് ആയി. അപ്പൊ അധികം വൈകാതെ ഞാനത് വൈൻഡപ്പ് ചെയ്യും. വല്ലാതെ നീണ്ടു പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും കാണുന്ന ആളുകൾക്ക്. കാരണം ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണല്ലോ. നോക്കൂ, അതുകൊണ്ട് പെട്ടെന്ന് എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരാളോട് പറയാണ് റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഏതാ? റോസ് എന്നുള്ളതാ. there is enough sugar in the tea. there is enough sugar in the tea. ചായയിൽ ആവശ്യത്തിന് മധുരമുണ്ട്. ഇനഫ് ഷുഗർ, ഷുഗർ എന്നുള്ളതാണ് നാമം. ആ നാമത്തിന്റെ അഡ്ജക്റ്റീവ് ആണ് ഏത്? ഇനഫ്. ഇനഫ് ഷുഗർ, ആവശ്യത്തിന് മധുരം. അതുപോലെ നമ്മൾ പറയാണ് വിശേഷണം. ഞാൻ നിങ്ങളോട് അവസാനം പറയാമെന്ന് കരുതിയാൽ മതി. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് ഡേ അല്ലേ, നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. വെറുമല്ല ഹാവ് എ ഡേ എന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും ദിവസം ഉണ്ടല്ലോ, അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് ഡേ. അപ്പൊ ഡേ എന്നുള്ളതിന്റെ വിശേഷണമാണ് ഏത്? നൈസ്. നൈസ് ഡേ അഡ്ജക്റ്റീവ് ആണ്. ഈ ഒരു ഇനി നാലാമത്തെയാണ് പറയാനുള്ളത് വെർബ്. ഈ അപ്പോ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ പകുതി 4 എണ്ണം വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇനി 4 എണ്ണം ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതും കൂടി ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ വളരെ ഇത്ര തന്നെ ലെങ്ത് ആവും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പൊ തന്നെ എന്തായിട്ടുണ്ട്? ലെങ്ത് ആയിട്ടുണ്ട്. ഞാൻ അധികം അതൊന്നും പറയുന്നില്ല. അപ്പൊ അടുത്തത് വെർബാണ്. എന്താണ് വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാര്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്
വേർഡ് ദാറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ, ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. റീഡ്, റൈറ്റ്, പ്ലേ അല്ലെ, ഈറ്റ്, ഡ്രിങ്ക്, സിങ്, ഇതുപോലെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. എന്നാൽ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ മാത്രമല്ല, എന്തുണ്ട്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നുണ്ട്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് അതായത് അവസ്ഥകളെ കാണിക്കുന്ന, അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻ, അതായത് സ്റ്റാറ്റീവ് വേർബ് എന്ന് പറയും, മാനസിക അവസ്ഥ. ഏതുപോലെ, ലൈക്ക്, ലവ്, ടേസ്റ്റ്. ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡ് പ്ലേ. ഇപ്പൊ നമുക്ക് ഐ പ്ലേ ഫുട്ബോൾ എന്ന് പറയാൻ പറ്റും, ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറയാൻ പറ്റും, ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആക്ഷൻ വേർഡ് നമ്മൾ പ്രോഗ്രസീവ് ടെൻസിൽ, അതായത് ING രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കും, അതായത് ആക്ഷനെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ സ്റ്റാറ്റീവ് വെർബ് ഉണ്ടല്ലോ, അതായത് നമ്മളെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള വെർബുകൾ, നമ്മളുടെ മൂഡ്, മാനസികാവസ്ഥ. അപ്പൊ ഉദാഹരണത്തിന് ലൈക്ക്, ഐ ലൈക്ക് ഐസ്ക്രീം. നമുക്കൊക്കെ ഐസ്ക്രീം ഇഷ്ടമല്ലേ? അതുപോലെ തന്നെ ഐ ലൈക്ക് ഐസ്ക്രീം. ചില ആളുകൾ പറയും ഐ ലവ് യു അല്ലെ, ഐ ലൈക്ക് ഐസ്ക്രീം. ഒരിക്കലും നമ്മളത് പ്രോഗ്രസീവ് പറയാൻ പാടില്ല, കാരണം അതൊരു ആക്ഷനെ സൂചിപ്പിക്കുന്നതല്ല, അതൊരു അവസ്ഥയാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഐ ആം ലൈക്കിംഗ് ഐസ്ക്രീം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഐ ആം ലവിങ് യു എന്ന് പറയാൻ പറ്റില്ല, ഐ ലവ് യു എന്നേ പറയാൻ പറ്റുള്ളൂ. ബിരിയാണി അല്ലെങ്കിൽ പായസം കുടിച്ചിട്ട് പറയാണ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്, കുടിച്ചതിന് ശേഷം ആ ഒരു ഫീല് പറയാണ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്. എന്നാൽ അതേ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ടേസ്റ്റിംഗ് പറയാൻ പറ്റും. ഹി ഈസ് ടേസ്റ്റിംഗ് എന്താണെങ്കിലും ആ ഫുഡിന്റെ പേര് പറയാം, ഹി ഈസ് ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഇറ്റ് ടേസ്റ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇറ്റ് ടേസ്റ്റ് സോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ച ശേഷം അതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയണം. ആ അഭിപ്രായം പറയുമ്പോൾ അത്തരം നമ്മളെ മൂഡ്, നമ്മളെ മെന്റൽ സ്റ്റേറ്റ്, സ്റ്റാറ്റീവ് വേർബിൽ പറയുമ്പോൾ നമ്മൾ ING രൂപത്തേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പിന്നെ പൊസഷനെ കാണിക്കുന്ന വെർബുകൾ. അപ്പൊ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ഉണ്ട്, സ്റ്റാറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ പൊസഷൻ. പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടമസ്ഥത, എല്ലാവർക്കും അറിയുന്ന ഉടമസ്ഥതയെ കാണിക്കുന്ന ഫസ്റ്റ് വെർബ്. അതേതാ? ഹാവ്. ഹാവ് ഫസ്റ്റ് വെർബാണ് ഹാവ്. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട്. അപ്പൊ ഹാവ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വെർബാണ്, നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു, ബിലോങ് എന്നുള്ളത്. ഐ ബിലോങ് ടു ഇന്ത്യ, ഞാൻ ഇവിടുത്തെ ആളാ, ഐ ബിലോങ് ടു ഇന്ത്യ. ഐ ബിലോങ് ടു കേരള, ഐ ആം എ കേരളൈറ്റ്. ഐ ബിലോങ് ടു കേരള, ഞാൻ കേരളത്തിലെ ആളാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്നതാണ് ഓൺ. ഓൺ, OWN. ഐ ഓൺ എ ബൈക്ക്, ഞാനൊരു ബൈക്കിന്റെ ഉടമസ്ഥനാണ്, എനിക്കൊരു ബൈക്ക് ഉണ്ട്. ഓണർ എന്നുള്ളതില് മയോൺ എന്നൊക്കെ പറയാം, എൻ്റെ സ്വന്തം ഉടമസ്ഥതയാണ്, മറക്കരുത്. ഓൺ, മയോൺ, ഹിസ് ഓൺ, ഹെർ ഓൺ, their own, ഇങ്ങനെയൊക്കെ. ഇത് പൊസഷനെ കാണിക്കുന്നതാണ്. പിന്നെ പൊസസ്, പൊസസ് അതായത് പൊസസീവ് എന്നൊക്കെ പറയില്ലേ, പൊസസ് വെർബാണ്. ഐ പൊസസ്, ഐ പൊസസ്, എനിക്ക് സ്വന്തമായിട്ടുണ്ട് എ കാർ, ഒരു കാർ. അപ്പൊ ഇപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പൊസഷനെ കാണിക്കുന്നത്, പൊസഷനെ കാണിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് പല തരത്തിലുള്ള വെർബുകളുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയുന്നത് വെർബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ വേർഡ്. അപ്പൊ ആക്ഷൻ വേർഡ് ഉണ്ട്, ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റീവ് വേർബ്സ് ഉണ്ട്, പൊസഷനെ കാണിക്കുന്നതുണ്ട്, എക്സിസ്റ്റൻസ്, നിലനിൽപ്പ്, അതായത് എക്സിസ്റ്റ്, ഇതൊക്കെ വെർബുകളാണ്. അപ്പൊ നമ്മൾ നാലാമത്തെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതായത് ഒന്നാമത് പറയും പാർട്സ് ഓഫ് സ്പീച്ചില് ഫസ്റ്റ് വൺ നൗണ്, പിന്നെ പ്രോനൗണ്, പിന്നെ അഡ്ജക്റ്റീവ്, അത് കഴിഞ്ഞിട്ട് നൗണ്. അപ്പൊ ഇനി 4 പറയാനുണ്ട്. അപ്പൊ ഇനി പറയാനുള്ള 4 നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ട് നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നതിൽ ഇനിയുള്ള 4 കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇവ തൽക്കാലം അത്യാവശ്യം 24-25 മിനിറ്റ് ആവാറായി. അപ്പൊ ഞാൻ ഈ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ നിങ്ങളെ പോലെ PPTCക്കും മോണ്ടിസോറിക്കുള്ള ആളുകൾ, അത്തരം ആളുകൾ മാത്രമാണ് ഇത്തരം വീഡിയോസ് കാണാം. അപ്പൊ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അത്തരം ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം പൊതുവെ അത്തരം വീഡിയോസിന്, കാരണം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസിന് പൊതുവെ വ്യൂസ് കമ്മിയാണ്.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട്സ് നിങ്ങൾ എന്നോട് ചോദിക്കണം. ഒരു പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറവാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അറിയാത്ത ഭാഗങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അത് പരിഹരിച്ചു തരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.